നമ്മുടെ കുറച്ച് ദിവസത്തെ പണി ശരിയായി കേട്ടോ. നമ്മുടെ ഈ ആൾക്കാർക്കുള്ള കൂടും വീടൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി ഇവനെ മാറ്റി നടാം. നമ്മുടെ പച്ചക്കറികളൊക്കെ നടാൻ വേണ്ടി ഒരു റേസ്ഡ് ബെഡ് ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യണം. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പയ്യെ ഞങ്ങൾ ഇൻസ്റ്റാളേഷനൊക്കെ തുടങ്ങി. പക്ഷേ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വന്ന് കിട്ടുന്ന കുറച്ച് നേരമായിട്ട് അതിന് വേണ്ടി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം എടുത്ത് പൂർത്തിയാക്കിയ പ്ലാനായിരുന്നു കേട്ടോ. കാരണം രണ്ടുപേർക്കും തിരക്കായിരുന്നു ജോലിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതിനൊക്കെ ചെയ്യുന്നത്. പിന്നെ ചാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പോളിടണലിൻ്റെ പണിയായിരുന്നു. അപ്പോൾ ഇത് എന്നെ ഏൽപ്പിച്ച് എന്നോട് പറഞ്ഞ് ഹെൽപ്പ് വേണം, അടുത്ത് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളണം എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാ DIYയും ഇച്ചാൻ ചെയ്യും, ഞാൻ ചെറിയൊരു ഹെൽപ്പ് ചെയ്യത്തുള്ളേ. അങ്ങനെ ഇത് ഞാൻ മൊത്തം വായിച്ച് പഠിച്ച് അങ്ങനെ ഹെൽപ്പിൻ്റെ സമയത്ത് വെച്ചാനും വർക്കീസിനൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യും, ഒന്ന് പിടിച്ചു തരൊക്കെ വേണ്ടി. രണ്ടുപേര് ചെയ്യണം കേട്ടോ. ശരിക്കും ഇത്ര നീളമുള്ള ബെഡും കൂടെ ആയതുകൊണ്ട് രണ്ടുപേരും കൂടി പിടിച്ചു തന്നിട്ടാണ്. പിന്നെ കെയർഫുള്ളായിരിക്കണം, അതിൻ്റെ ഷാർപ്പാണ്, അറ്റൊക്കെ ഭയങ്കര ഷാർപ്പാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു വെയിറ്റ് ഒന്നുമില്ല ഈ കവറിനൊന്നേ. ആദ്യം നമ്മളൊരു വെയിറ്റ് കൺട്രോൾ ഷീറ്റ് ഇട്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കളയൊക്കെ പെട്ടെന്ന് പൊന്തി വരുമല്ലോ. അപ്പോൾ അതിനൊന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീറ്റ് വിട്ടു. ഇത് പിന്നെ അതിൽ മണ്ണ് നിറയ്ക്കുക എന്നുള്ളതായിരുന്നു അടുത്ത അജണ്ട. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറേ ബേസ് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ദ്രവിച്ചിട്ട് കമ്പോസ്റ്റ് ആയിക്കോളുന്ന വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ ഞാൻ കുറേ ബേസ് ബോർഡ് ഇട്ടു. പിന്നത്തെ ലെയറാണ് നമ്മുടെ വെട്ടിക്കളഞ്ഞ പുല്ലുകളുണ്ടല്ലോ, പുല്ല് വെട്ടിയത് ഒരു സ്ഥലത്ത് ഇട്ട് വെച്ചായിരുന്നു. അത് അളിഞ്ഞിങ്ങനെ കിടപ്പുണ്ടായിരുന്നു, അത് എടുത്ത് കുറേ നിറച്ചു. അതിനുശേഷം കുറേ പഴയ മണ്ണ് ഇരിപ്പുണ്ടായിരുന്നു, നമ്മുടെ പഴയ വീട്ടിലെ ചട്ടികളിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണും. പിന്നെ അതുപോലെ കുറച്ച് പുതിയ ചാക്ക് കമ്പോസ്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ടു. പിന്നെ കുറച്ച് നമ്മുടെ ബോൺ മീൽ എല്ലുപൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ അതിൻ്റെ ബെഡ് മിക്സ് ചെയ്ത് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് വലിയ ഇച്ചിരി ഹൈറ്റുള്ള ബെഡായതുകൊണ്ട് കുറേ നേരം എടുത്തു, കുറേ ദിവസം എടുത്തു എൻ്റെ മണ്ണൊക്കെ ഫില്ല് ചെയ്യാൻ തന്നെ. അങ്ങനെ നമ്മുടെ മണ്ണൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പാകി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബീൻസും സ്പിനാഷും ബീട്രൂട്ടും ഒക്കെ. അപ്പോൾ അവരെ കൊണ്ടുവന്ന് പൈപ്പ് നടുവാട്ടോ. ബാക്കി അടുത്ത വീഡിയോസിൽ കാണിക്കാവേ നട്ടിട്ടതിൻ്റെ പ്രോഗ്രസ്സൊക്കെ.